നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പുതുപ്പുരയടുത്താണ്. ഞാൻ വരാനുള്ള കാരണം ഒരു വ്യക്തിയെ കാണാനാണ് ഇവിടെ വരാൻ കാരണം. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് പാലക്കാടാണ്. ഇവിടെ വരാനുള്ള കാരണം അദ്ദേഹം പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് ആ തീരുമാനത്തെ പത്രിക കൊടുത്തു. ആ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താ തേടി വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. രമേശ് ജി, നമസ്കാരം. താങ്കൾ രമേശ് പാലക്കാട്? അതെ, ഞാൻ രമേശ് പാലക്കാട്. താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക കൊടുത്തു എന്ന് മനസ്സിലായി. നാമനിർദ്ദേശപ്പെട്ടില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപനം ഇല്ല കൊടുത്തില്ല. കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ പിൻവലിക്കേണ്ടി വന്നു. ഓർമ്മല്ല. എൻ്റെ പേര് രമേശാണ്. പിന്നെ ഇവിടെ വേറെ ഈ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി എന്നാണ്. പിന്നെ അപ്പോൾ ചില ആൾക്കാർ ഏതോ പാർട്ടികളെന്ന് പറയുന്നില്ല, അവർ ഓരോ അട്ടിക്ക് നിങ്ങൾ കാശ് വാങ്ങിച്ച് നിൽക്കണോ, നിങ്ങൾ അവരെ വോട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് സ്വതന്ത്രമായിട്ടൊരു കാര്യം പ്രവർത്തിക്കാനോ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, സമ്മർദ്ദം ഉണ്ടായിരുന്നു താങ്കൾ? സമ്മർദ്ദം ഉണ്ടായിരുന്നല്ലോ, ഭാഗികമായി സമ്മർദ്ദം പറഞ്ഞാൽ നിങ്ങൾ അവരൊന്ന് സാമ്പത്തികമായിട്ട് ഇടപാട് വല്ലതും വാങ്ങിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ടാണോ, അങ്ങനെ പല പാർട്ടിക്കാരും വിളിച്ചു ചോദിക്കണ്ടേ. സമ്മർദ്ദം മേടിച്ചിട്ടല്ല. പിന്നെ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഈ സമയം വരെ നമ്മൾ വല്ലതും ചെയ്തിട്ടാണെങ്കിൽ പോട്ടെ, അപ്പോൾ ചെയ്യാത്തൊരു അപവാദം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇലക്ഷൻ നിൽക്കാൻ വൻ ഭൂരിപക്ഷത്തോടെ എത്ര വോട്ടിന് വിജയിക്കുന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം എനിക്ക് അനുയായികളുണ്ടെന്നോ തെളിയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വിജയിക്കുന്ന വിശ്വാസത്തിലൊന്നും അല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരല്ല, അതായത് ലോട്ടറിയും തെങ്ങും കയറുന്ന ഓട്ടോ ഡ്രൈവർമാരായ ഒരുപാട് പെയിൻറ്റിംഗ് പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാരെ മേശന്മാരെ പല ആൾക്കാരുണ്ട്. ഈ സാധാരണക്കാരുടെ വിഷമം ഉൾക്കൊള്ളാൻ കഴിയാതെ AC കാറിൽ ചീറിപ്പാഞ്ഞ് നടക്കുന്ന വ്യക്തികളെ MLA കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? സാധാരണക്കാരുടെ വിഷമം. അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടായി. സാധാരണക്കാർ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എക്സ്റേ എടുക്കാൻ ചിലപ്പോൾ പോയി നടക്കില്ല, കീഴടിക്കും, പ്രൈവറ്റ് ആശുപത്രി പോകാൻ കാശുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് അധിക ബാധ്യതയാവാൻ ചിലപ്പോൾ ചോദിക്കാം. അതിൻ്റെ ആവശ്യമില്ല. വെറും 600 പേരെങ്കിലും വരുന്ന യുണൈറ്റഡ് ഇന്ത്യ പോലുള്ള പോളിസി, ഗവൺമെൻറ് പോളിസിയിൽ 80 രൂപ വരുള്ളൂ. ഒരു വർഷത്തിൽ 80 രൂപ കൊടുക്കാൻ പറ്റാത്ത രക്ഷിതാക്കൾ കേരളത്തിലില്ല. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇനി അഥവാ കുട്ടികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ പോളിസിയുടെ റേറ്റ് വീണ്ടും കുറയും. 2 ലക്ഷം രൂപ കവറേജാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും രക്ഷിതാക്കൾ നോക്കിയത് 2 ലക്ഷം രൂപ ആ കുട്ടി കവറേജ് കിട്ടും. അപകടം സംഭവിക്കാനായിട്ട് 1% 20,000 രൂപ ഇത് കിട്ടും നമ്മുടെ ആശുപത്രി ചെലവിന്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളിൽ ജെമിനി ഉണ്ട്, ഗൂഗിൾ ചേച്ചി ഉണ്ട്, വേണമെങ്കിൽ അമർത്തി നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ ഈ മന്ത്രിസഭയിൽ മാറി വരുന്ന മന്ത്രിസഭയിൽ പെൻഷൻ കൊടുക്കുന്ന അതായത് മന്ത്രിമാർ 2 വർഷം മുമ്പ് പ്രൈവറ്റ് സെക്രട്ടറിമാരെ മാറ്റുക, ഇവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കുക. അതിൻ്റെ തലയെടുത്ത് നമുക്കില്ലല്ലോ. കണ്ണ് തുറന്ന് കാണുന്ന ഫാന് തൊട്ട് പല്ല് തേക്കുന്ന പേസ്റ്റ് തൊട്ട് ബ്രഷ് തൊട്ട് എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്ന സർവ്വസാധാരണക്കാരാണ്. ഞാനും താങ്കളും അടങ്ങുന്ന സാധാരണക്കാരെ എല്ലാ ജനങ്ങളുടെ നികുതി പണം കൂടി ജനങ്ങളുടെ മണ്ടയ്ക്ക് ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അത് കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നിയമസഭയ്ക്ക് മുമ്പിലും സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്നൊരു MLA മാറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് എന്തായാലും പ്രശ്നം നടന്നില്ല, പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് നടക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ അംഗനവാടി വർക്കേഴ്സായിട്ടുള്ള സാധാരണക്കാരായ ചേച്ചിമാരും അമ്മമാരും ഉണ്ട്. അവർക്ക് ആ ജോലിയുള്ളത് കൊണ്ട് 60 വയസ്സ് അവർ ഭർത്താക്കന്മാർക്ക് പെൻഷൻ ഇല്ല എന്നൊരു വകുപ്പുണ്ട്. അത് വളരെ വിരോധാഭാസമായി തോന്നി. കാരണം വലിയ കൂലിയും ശമ്പളമുള്ള ആൾക്കാരൊന്നും അല്ല, അവർ ഗവൺമെൻറ് എംപ്ലോയീസും അല്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അതായത് ആഗ്രഹം. അല്ല, ഇപ്പോൾ ചോദിക്കുന്നത് വേറൊരു കാര്യം കൂടെ. ഇപ്പോൾ താങ്കൾ MLA സ്ഥാനത്ത് ജയിച്ചാൽ നിന്നില്ല, പിൻവലിച്ചു, അത് വേറെ കാര്യം. അത് അതിന് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ചോദിക്കുന്നില്ല, അത് താങ്കൾ പറയാൻ പറ്റില്ല. അത് ഒരു പക്ഷേ ഇപ്പം ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ ചിന്മയുടെ മുൻഭാഗത്തൊരു പ്രേതാലയമുണ്ട്. അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് സ്റ്റേഡിയം ഒന്ന് പറയും, ഒരു പ്രേതാലയം. ആ പ്രേതാലയത്തിന് ഉത്തരം ഉണ്ടാക്കുമായിരുന്നു ഞാൻ. അത് പറയട്ടെ. പിന്നെ ഇപ്പോൾ വന്നൊരു PR വർക്കിന്റെ ഒരു, അതായത് ഇന്ന് പത്രത്തിൽ കണ്ടു, മാധ്യമം കണ്ടു, ഇപ്പോൾ മോഹൻലാലും മുഖ്യമന്ത്രി. ഞാൻ കാര്യം പറയട്ടെ, പറയാൻ ഒരുപാടുണ്ട്. മറ്റേ പല മരുന്നുകൾ കണ്ടുപിടിച്ചത് തൊട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതന്നെ പറയാനാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിന്ന് ചെതലാവുമ്പോഴേ അത്രയ്ക്ക് എനിക്ക് പറയാനുണ്ട്. പക്ഷേ KS രമേശ് പാലക്കാട് വിചാരിച്ചാൽ നടക്കില്ല. എന്തായാലും നിങ്ങൾ ഈ തിരക്കിനിടയിൽ നമ്മളെ കാണാൻ വന്ന അതേ സന്തോഷം. എന്തായാലും അടുത്ത പ്രാവശ്യം കാണാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ, നിങ്ങൾ തീരുമാനിക്കുക ആര് ജയിക്കണ്ടെന്നുള്ളത് കേട്ടോ. ഉചിതമായ തീരുമാനം. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നന്ദി, നമസ്കാരം. അദ്ദേഹം ഇപ്പോൾ സംസാരിച്ച് കണ്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്ഥാനാർത്ഥി നിൽക്കുന്നതിനെ ചൊല്ലി അദ്ദേഹത്തിന് ബാഹ്യമായ
അദ്ദേഹം ഏത് പാർട്ടിക്കാരോട് സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞില്ല. ബാക്കി ശക്തമായ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ശക്തമായി തന്നെ സമ്മർദ്ദം ഉണ്ടായി. അതായത് ഇപ്പോൾ സാധാരണ പൗരന്മാർക്ക് അതാരായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷിപ്പെട്ട ആളുകളോ ഏത് പാർട്ടി ഏത് വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കാനുള്ള ഏത് പാർട്ടി രാഷ്ട്രീയ പാർട്ടിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കാനുള്ള അവകാശം കൂടിയുണ്ട്. അതും ആരും മറന്നു പോകരുത്. അത് വോട്ട് ചെയ്യാൻ മാത്രമല്ല അവകാശം, തിരഞ്ഞെടുപ്പ് നിൽക്കാനുള്ള, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുപ്പ് നിൽക്കാനുള്ള അവകാശം കൂടി, മൗലിക അവകാശം കൂടി അവർക്കുണ്ട്. അത് മറക്കരുത്. എന്നാലും പുതുപ്പുരത്ത് നിന്നും മന്ത്ര മീഡിയയ്ക്ക് വേണ്ടി സനോജ് മന്ത്ര.